ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ഒരു ദിവസം നിങ്ങളെ കൊണ്ടത് പറ്റും. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം കൂടെ പറഞ്ഞുതരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ നമ്മൾ ഫ്ലൂട്ട് ഉണ്ടാക്കുന്നതും വായിക്കുന്നതൊക്കെ വീഡിയോ ഇട്ടു. യൂട്യൂബ് നോക്കിയ ഫ്ലൂട്ട് പഠിച്ചത് നമ്മൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടു. അപ്പോൾ ഓരോരുത്തരിങ്ങനെ കുറച്ച് മെസ്സേജ് വന്നു, ഒന്ന് പഠിപ്പിക്കാവോ. അപ്പോൾ അവരോടെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട്, അതിനകത്ത് എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ തുടക്കത്തിൽ സംശയമുള്ള ഒരുപാട് പേരുണ്ട്. ഫ്ലൂട്ടിനെ പറ്റി ഒരുപാട് സംശയമുള്ള ഒത്തിരി പേരുണ്ട്. ഫ്ലൂട്ട് മുതൽ സംശയമാണ്, ഏത് ഫ്ലൂട്ട് മേടിക്കണം, ഏത് ഫ്ലൂട്ടാണ് വേണ്ടത്, ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ്, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. നമ്മൾ ചാടിക്കറി ഏതെങ്കിലും ഫ്ലൂട്ട് മേടിച്ചിട്ട് അവസാനം തെറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞ കാര്യമില്ല. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആദ്യം നിങ്ങൾ നല്ലൊരു ഫ്ലൂട്ട് മേടിക്കണം. ഇത് നല്ല ഫ്ലൂട്ടൊന്നും അല്ല കേട്ടോ, ഇത് വളരെ കുറഞ്ഞതാണ്, 150 രൂപ അത്രയും പോലും ഇല്ല. നമ്മൾ 300 സംതിങ് രൂപയ്ക്ക് 6 ഫ്ലൂട്ടാണ് മേടിച്ചത് ലോക്കൽ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം മേടിച്ചതാണ്. 6 ഫ്ലൂട്ട് നമ്മൾ മേടിച്ചതിനകത്ത് ഏകദേശം 1-2 ഫ്ലൂട്ടേ ഉള്ളൂ നല്ലത്. എന്നാൽ പോലും അതിനൊക്കെ വളവുകളും ഉണ്ട്, ഡാമേജുകളും ഉണ്ട്. എല്ലാ ഫ്ലൂട്ടും നല്ലതെന്ന് പറയത്തില്ല, എല്ലാത്തിനും ഒരു ചളക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്ലൂട്ട് മേടിക്കുമ്പോൾ തന്നെ നല്ല ഒരു ബ്രാൻഡ് മേടിക്കാൻ പറയത്തില്ല. നല്ലൊരു ഫ്ലൂട്ട് മേടിക്കണമെങ്കിൽ എങ്ങനെ പോലും 2300, 2700, 3000 വരെ ഫ്ലൂട്ടുണ്ട്. അതൊന്നും മേടിക്കാൻ പറയത്തില്ല. തുടക്കത്തിൽ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്കൊരു സാധാ ഒരു ഫ്ലൂട്ട് മേടിച്ചാൽ മതി. പക്ഷേ അതൊരു നല്ല ഫ്ലൂട്ടായിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾ ഊതി ഒരു പരുവത്തിലാവത്തേ ഉള്ളൂ. കാരണം ഞാൻ മേടിച്ച ഫ്ലൂട്ടിൻ്റെ ഡാമേജുകൾ ഇതിന് മുമ്പിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വെച്ചിരിക്കുന്ന കോർക്കൊക്കെ തിരിഞ്ഞിരിക്കുക, അതിൻ്റെ പൊസിഷൻ തെറ്റായിരുന്നു, ഫ്ലൂട്ട് വളഞ്ഞിരിക്കുമായിരുന്നു. അതുപോലെ അതിൻ്റെ ഹോളുകൾക്കും വ്യത്യാസമുണ്ട്. പിന്നെ ഞാനാണ് അതിൻ്റെ ഹോളിൻ്റെയൊക്കെ വലിപ്പം കൂട്ടിയത്. അപ്പം നിങ്ങളിത് അറിയാതെ പോയി ഏതെങ്കിലും ഫ്ലൂട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇതായിപ്പോൾ. അതുപോലെ റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ റൈറ്റ് ഹാൻഡറിന് അതിൽ കൊടുത്തേക്കും, ആ ഫ്ലൂട്ടേ മേടിക്കുള്ളൂ. നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡറിനെ മേടിക്കരുത്. ഇത് ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് ഫ്ലൂട്ട് ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു, നമ്മൾ ഊതാൻ ഉപയോഗിക്കുന്ന ഹോളുണ്ടല്ലോ, അതിൻ്റെ നേരെ ഫ്രണ്ട് ഭാഗം അവരിങ്ങനെ ചരിച്ച് ഉരച്ച് വെച്ചേക്കും, ചരിച്ചിങ്ങനെ ഉരയ്ക്കും. അതാണ് റൈറ്റ് ഹാൻഡറിനുള്ളത്. ഈ ഭാഗം അങ്ങോട്ട് ചരിച്ച് ഉരച്ചേക്കും. അതുപോലെ ടൂണി ഹോൾ ഇടുന്നതിനും റൈറ്റ് ഹാൻഡർ ആണെങ്കിൽ ഈ സൈഡിലായിരിക്കും അതിൻ്റെ ഹോൾ വരുന്നത്. കാരണം അതും ഉപയോഗിക്കുന്നവരുണ്ട്, ആ ഒരു ഹോളും കൂടി. ഇതിന് ആ ഒരു ഹോളില്ല കേട്ടോ, ട്യൂണിങ് ഹോളുള്ള ഫ്ലൂട്ടല്ല. ആ ഇതും കൂടെ ഉപയോഗിക്കുന്നവരുണ്ട്. അവിടെ ഒരു ഹോളുണ്ട് ഈ സൈഡിൽ, ഈ ഭാഗത്തായിട്ടൊരു ഹോളുണ്ട്, അത് ഉപയോഗിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡർ ആകുമ്പോൾ അതിൻ്റെ ഹോൾ ഇവിടെ ആയിരിക്കും. അപ്പോൾ ഫ്ലൂട്ട് തിരിഞ്ഞാണ് വരുന്നത്, ഇങ്ങനെയാണ് വരണ്ടേ ആ ഫ്ലൂട്ട്. അപ്പോൾ അവരിങ്ങനെയാണ് പിടിക്കേണ്ടത്. അപ്പോൾ അവർക്ക് ആ ഒരു കൈ പിടിക്കുമ്പോൾ അവർക്ക് ഈ ഭാഗത്ത് ഹോൾ വരും, ഈ ഭാഗത്തായിട്ട് ഹോൾ വരും. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ ഊതുന്നതിൻ്റെ ഈ ദൂരം ഈ ഭാഗത്താണ് ഇടുന്നത്. എന്ന് വെച്ചാൽ നമ്മളെ ചുണ്ട് വെക്കുന്നതിന് നേരെ താപ്പോട്ടാണ് അവരുടെ വരുന്നത്. അപ്പം ഏതെങ്കിലും ഫ്ലൂട്ട് മേടിച്ചിട്ട് കാര്യമില്ല, റൈറ്റ് ഹാൻഡർ ഫ്ലൂട്ട് തന്നെ മേടിക്കുക. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഹിന്ദുസ്ഥാനി സ്റ്റൈലാണ്. 6 ഹോള്, ട്യൂണിങ് ഹോളും കൂടെ കൂട്ടി 7. കർണാട്ടിക് അല്ല, ഹിന്ദുസ്ഥാനി. ഓക്കെ, അത് മറന്നുപോലെ ഹിന്ദുസ്ഥാനി ഫ്ലൂട്ട് വേണം മേടിക്കാൻ. അപ്പോൾ ആദ്യം മേടിക്കേണ്ടത് ഒരു ഫ്ലൂട്ട് തന്നെയാണ്, നല്ലൊരു ഫ്ലൂട്ട് തന്നെ മേടിക്കണം. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ സ്കെയിലും ഈ എന്ന് പറഞ്ഞ സ്കെയിലിൻ്റെ ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. സി എന്ന് പറഞ്ഞ സ്കെയിലിൻ്റെ ഫ്ലൂട്ട് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ലെങ്കിൽ മാത്രം PVC-യിൽ നിങ്ങൾക്ക് അത് ഉണ്ടാക്കി വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുത്തേക്കാം. PVC-യുടെ നല്ല ഫ്ലൂട്ട്. ഇപ്പം ഞാനൊരു 4-5 വർഷമായിട്ട് അതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, PVC-യുടെ ഫ്ലൂട്ട്. രാധെ PVC ഫ്ലൂട്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ നിന്ന് നേരെ പോയി കയറി വാങ്ങിക്കാൻ പറ്റും. അത് ഏകദേശം 300, 350 ആ ഒരു റേഞ്ചിൽ വരത്തുള്ളത്. അപ്പോൾ ഏത് ഫ്ലൂട്ടാണ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഫ്ലൂട്ട് മേടിച്ചാൽ മതി. ഇത് ഡിയുടെ ഫ്ലൂട്ടാണ്, ഡി സ്കെയിലിൻ്റെ ഫ്ലൂട്ടാണ്, ചെറിയ ഫ്ലൂട്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിയുടെ ഫ്ലൂട്ട് മേടിക്കാം. ഒന്നെങ്കിൽ സി അല്ലെങ്കിൽ ഡി. ഇയുടെ ഫ്ലൂട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം, നിങ്ങളുടെ കൈ അനുസരിച്ച്. ഇപ്പം ഞാൻ മേടിച്ചത് സിയുടെ ഫ്ലൂട്ട്, എൻ്റെ കൈ ചെറുതാണെങ്കിലും എനിക്ക് സിയുടെ ഫ്ലൂട്ട് നന്നായിട്ട് വഴങ്ങി. ഓക്കെ, അപ്പം ആദ്യം മേടിക്കേണ്ടത് സിയുടെയോ ഡിയുടെയോ ഫ്ലൂട്ട്. സ്കെയിലാട്ടോ, സി ഡി, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫ്ലൂട്ട് മേടിക്കുക. ഷാർപ്പൊന്നും നിങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ല, സിയുടെയോ ഡിയുടെയോ ഫ്ലൂട്ട് മേടിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ നേരെ അങ്ങ് കയറി പാട്ട് വായിക്കാനൊന്നും പഠിക്കത്തില്ല. നമ്മൾ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിച്ചു വരേണ്ട ഒരു സംഭവമാണ്. ചാടി കയറി ഫ്ലൂട്ട് കൈ കിട്ടുന്ന ദിവസം തന്നെ പാട്ട് പാടാനോ ഒന്നും നമ്മൾ തുടങ്ങരുത്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം ഒരു ഫ്ലൂട്ട് എടുത്തിട്ട് അത് ഊതാൻ വേണം നിങ്ങൾ പഠിക്കാൻ. ഊതുന്നത് എങ്ങനെയാണ്, കറക്റ്റ് ആ ഒരു ശബ്ദം എങ്ങനെ വരുന്നത്, ക്ലിയർ ആയിട്ടുള്ള ഒരു ശബ്ദം നിങ്ങൾ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. ഞാൻ മിക്കവരും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്, ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവർ ഈ ശബ്ദം പോലും കറക്റ്റ് ആക്കാതാണ് സരിഗമ വായിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആവത്തില്ല, ക്ലിയർ ആയിട്ട് തോന്നത്തില്ല. അവരിങ്ങനെയൊക്കെ പഠിക്കുന്നത്.
ഇങ്ങനല്ല, ഇങ്ങനെ നിങ്ങൾ വായിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. അത് കേൾക്കുന്നവർക്ക് ഒരു അരോചകമായിട്ട് തോന്നും. ആദ്യം നിങ്ങൾ ഫിംഗർ ഒന്നും പിടിക്കാതെ തന്നെ, ഒരു ഫിംഗറിൽ നിങ്ങൾ പിടിക്കാതെ തന്നെ ചുണ്ട് കറക്റ്റ് ഇതിൻ്റെ എൻഡ് കൊണ്ടുവെക്കുക. ഫ്രണ്ടിലോട്ട് കൊണ്ട് വെക്കരുത്, ഏറ്റവും ബാക്കിൽ അവിടെ ചുണ്ട് കൊണ്ടുവച്ചിട്ട് നേരെ ഊതി നോക്കുക. ശ്വാസം നേരെ ആയിരിക്കും. എന്നിട്ട് ഇതേപോലെ ഊതി നോക്കുക. എന്നിട്ട് പെതുക്കെ ഫ്ലൂട്ട് കറക്കി നോക്കുക, എവിടെ കറക്റ്റ് നല്ല ശബ്ദം കിട്ടുന്നതെന്ന് നോക്കുക. കണ്ടോ, ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് അതിൻ്റെ ശബ്ദം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻഡിലോട്ട് വരുന്നതനുസരിച്ച് അതിൻ്റെ ശബ്ദം കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കൊണ്ടുവച്ചിട്ട് പഠിക്കുക. ഇതിന് ശ്വാസം കറക്റ്റായിട്ട് പോയാൽ മാത്രമേ ആ ശബ്ദം കേൾക്കത്തുള്ളൂ. ഒരുപാട് എൻഡിലോട്ട് കൊണ്ടുവച്ച് നമ്മുടെ ഊതുന്ന ശ്വാസം മേലോട്ടായിരിക്കും പോകുന്നത്. ഒരുപാട് നമ്മൾ താഴോട്ടായി കഴിഞ്ഞാലും ഒത്തിരി അങ്ങ് താഴോട്ടായിരിക്കും ശ്വാസം പോകുന്നത്. അപ്പോൾ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ നിൽക്കണം. ഫ്ലൂട്ടിൻ്റെ സെൻറ്ററിൽ കൂടെ വേണം ശ്വാസം അകത്തോട്ട് പോകാൻ. എനിക്ക് മാത്രമേ കറക്റ്റ് ശബ്ദം കേൾക്കത്തുള്ളൂ. 1-2 ദിവസം കൊണ്ട് തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് ആ ശബ്ദം കണ്ടുപിടിക്കാൻ പറ്റും. കറക്റ്റ് ഫ്ലൂട്ടിൻ്റെ ഈ ദ്വാരങ്ങളൊന്നും അടയ്ക്കൊന്നും വേണ്ട. ചുമ്മാ ഇങ്ങനെ ഒന്ന് ഫ്ലൂട്ട് വെച്ചിട്ട് ഇതാണ് കറക്റ്റ് സൗണ്ട്. ഇത് വേറെ സൗണ്ടാണ്. അപ്പോൾ ഇത് ആദ്യം പഠിക്കുക, നല്ല ശബ്ദം വരുത്താൻ പഠിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടും നമ്മൾ നേരെ പാട്ട് പഠിക്കാനല്ല പോകുന്നത്. അതിന് ഈ ശബ്ദം ഉണ്ടാക്കാൻ പഠിച്ചതിന് ശേഷം ഫ്ലൂട്ട് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ഒരു ഫ്ലൂട്ട് നമ്മുടെ കൈ കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ കറക്റ്റ്, നമ്മൾ ചിലർ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പിടിക്കുന്നത്, ഇങ്ങനെയൊക്കെ പിടിച്ച് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ പിടിക്കുന്നതാണ്. നമ്മൾ ഈ രീതിയിൽ പഠിച്ചാൽ നമ്മുടെ കൈ പിന്നെ അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയല്ല, കൈ നമ്മൾ നേരെ വെക്കണ്ടേ. ഇതേപോലെ നമ്മളിങ്ങനെ മുറുക്കെയൊന്നും പിടിക്കരുത്, അമർത്താൻ പാടില്ല. ഇങ്ങനെ അമർത്തിയൊന്നും പിടിക്കരുത് ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെ കൊണ്ട് വെക്കേണ്ട രീതിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചൂണ്ടുവിരലിൻ്റെ ഈ നടുക്കത്തെ ആ ഒരു സ്ഥലം, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് ഫസ്റ്റ് ഫിംഗറിൻ്റെ അവിടെ വെക്കേണ്ടത്, ആ നടുക്കത്തെ പോർഷൻ. രണ്ടാമത്തെ ഫിംഗർ അല്ല വെക്കുന്നത്, ഏറ്റവും ലാസ്റ്റ് ഫിംഗർ, മൂന്നാമത്തെ ഫിംഗറിൻ്റെ ടിപ്പ്. ഓക്കെ, മൂന്നാമത്തെ ഫിംഗറിൻ്റെ ടിപ്പ് കൊണ്ടുവന്നിട്ട് മൂന്നാമത്തെ ഫുൾ അവിടെ വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചേക്കുക. ഈ ഫിംഗർ എങ്ങനെയാണ് വരുന്നത് അത് അതേപോലെ അങ്ങ് വെച്ചാൽ മതി. അത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കും വരുന്നത്, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കണ്ടല്ലോ. ഇനി എന്നിട്ട് തള്ളവെള്ളം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് ഹോൾഡ് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കാം. ചിലർക്ക് അടുത്ത് പിടിക്കേണ്ടി വരും, ചിലർക്ക് കുറച്ച് അകത്ത് പിടിക്കുമ്പോഴായിരിക്കും അത് കറക്റ്റ് ആവുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ഫിംഗർ വെക്കുന്നതിൻ്റെ ഇത്. പിന്നെ നമ്മുടെ ചിന്നവെള്ളം സപ്പോർട്ടിന് അടിയിലോ അതെവിടെ വേണം കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പിടിക്കുന്നത്. അടിയിലെ മേളിൽ കൊടുക്കാം. എന്തായാലും ഫിംഗർ ഈ രീതിയിലാണ്, 3 ഫിംഗർ. തള്ളവെള്ളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഈ 3 വിരൽ വേണം പഠിക്കാൻ. ഈ 3 വിരൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കൈ അങ്ങ് മാറ്റി വെക്കുക. ഈ ഒരു കൈ ഇതിൽ തൊടണ്ട, മാറ്റി ഇങ്ങനെ ഈ ഹോളിലൊന്നും പിടിക്കരുത്, ചുമ്മാ ഇങ്ങോട്ടാണ് പിടിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ സ രി ഗ മ ഈ 4 സ്വരങ്ങൾ വേണം ആദ്യം പഠിക്കാൻ. സ രി ഗ മ. ഇത് തന്നെ കുറച്ച് ദിവസം ഇരുന്ന്, കുറച്ച് ദിവസമോ 1-2 ദിവസമെങ്കിലും അത് എന്ന് വെച്ചാൽ ഈ സാ എവിടെ, രീ എവിടെ, ഗ എവിടെ, മാ എവിടെ എന്ന് നിങ്ങളുടെ തലയിൽ നല്ല ഉദിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫിംഗറും അതേപോലെ പോവും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഊതി കാണിച്ചു തരാം. നമ്മളിത് ഒത്തിരി ഒന്നും പഠിപ്പിക്കുന്നില്ല, വീഡിയോ ഭയങ്കര ലെങ്ത് ആവും. മൂന്ന് ഫിംഗർ അടയ്ക്കുമ്പോൾ സ, ഒരു ഫിംഗറോട് പോകുമ്പോൾ രി, ഒരു ഫിംഗറോട് തുറക്കുമ്പോൾ ഗ. അടുത്തൊരു ഫിംഗർ തുറക്കുന്നതാണ് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത്, ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്, ഈ കൈ ലാസ്റ്റ് അടച്ച് വെച്ചേക്കുന്ന ഈ ഒരു വിരൽ ഇതാണ് ഗ. ഈ ഹോൾ അടച്ചു വെച്ചേക്കുക, ഗ എന്നുള്ള ശബ്ദം. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കരുത്, പകരം ഫ്ലൂട്ടിൽ തന്നെ കൈ മുട്ടിയിരിക്കണം, പൊക്കുകയും വേണം. അതാണ് ഇങ്ങനെ പകുതി തുറന്നാൽ മതി. ഓക്കെ, പകുതി തുറക്കുമ്പോൾ അത് മാ ആയിക്കോളും. ഇത്ര തുറക്കുമ്പോഴേ അത് മാ എന്നുള്ള ശബ്ദമേ കേൾക്കത്തുള്ളൂ. ഇങ്ങനെ എടുക്കരുത്, മുട്ടിയിരിക്കണം നമ്മുടെ കൈ, അത്രയേ ഉള്ളൂ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, ജസ്റ്റ് ഇങ്ങനെ കേട്ടല്ലോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. മാ, ഈ സരിഗമ, ഈ 4 സ്വരങ്ങളും ലോ പിച്ചാണ്, ഹൈ പിച്ച് അല്ല, ലോ പിച്ച്, താഴെയുള്ള ശബ്ദം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് പഠിക്കുക.
സരിഗമ മഗരിസ. ഇത് കുറച്ച് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സരിഗമ എന്നുള്ളത് കറക്റ്റ് ആക്കുക. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഈ പദനിസ എന്ന് പറയുന്നത് ഹൈ പിച്ചാണ്, ലോ പിച്ച് വായിക്കരുത്. സ രി ഗാമ കഴിഞ്ഞാൽ പ എന്നുള്ള ശബ്ദം ഹൈ ആണ്. പ ദ നീ സ എന്നുള്ളത് ഹൈ പിച്ചാണ് വായിക്കേണ്ടത്. ചിലർ ലോ പിച്ച് വായിച്ച് പഠിക്കും, ഞാനും അങ്ങനെ പഠിച്ചത്, അത് തെറ്റാണ്. ഹൈ പിച്ച് വായിച്ച് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന തെറ്റായിപ്പോൾ പിന്നെ പഠിക്കേണ്ടത് അതാണ്. അപ്പം മായിന്ന് പായിലോട്ട് വരാൻ പാടാണ്, കാരണം എല്ലാ ഹോളുകളും അടയണം. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. മാ ടു പാ എന്നും പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മൾ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് ഫുൾ വീഡിയോ. മാ ടു പാ എന്നും പറഞ്ഞുകൊണ്ട് പഠിക്കുക എളുപ്പമെന്നും പറഞ്ഞുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിനകത്ത് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ട് പഠിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, പദനിസ എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾ പിന്നെ പഠിക്കേണ്ടത്. അപ്പം എൻ്റെ രീതി ഞാൻ പറയുകയാണെങ്കിൽ മായും പായുമാണ് ഏറ്റവും കൂടുതൽ പാടുള്ളത്. മായ എന്ന് പറയുമ്പോൾ ഹാഫ് ഫിംഗറേ വരത്തുള്ളൂ, ഹാഫ് വരത്തുള്ളൂ. ഫുള്ള് തുറന്നാലും മായ ആണെങ്കിലും ഈ ഹാഫ് ഫിംഗർ മാ പഠിക്കാനാണ് പാട്. ഓക്കെ, പാടല്ല, കൈ ഒന്ന് വഴങ്ങി വരാൻ കുറച്ച് ദിവസം എടുക്കും. അത് കഴിഞ്ഞിട്ട് പാ ഓപ്പൺ ആക്കിയിട്ട് ഫുള്ള് അടയ്ക്കുമ്പോൾ ആദ്യത്തെ ഒരു ഫിംഗർ തുറന്നിങ്ങനെ പിടിച്ചാലും ഇങ്ങനെ പിടിച്ചാലും പായ വരുന്നത്. ഫസ്റ്റ് ഒരു ഫിംഗർ തുറന്നിട്ട് ബാക്കി എല്ലാം അടച്ചാലും പായ എന്നുള്ള ശബ്ദമാണ് കേൾക്കുന്നത്. ചില സമയത്ത് നമുക്ക് ഇങ്ങനെ വായിക്കേണ്ടി വരും, എല്ലാ ഫിംഗറും തുറന്നിട്ട് ഒരേപോലെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഈ രണ്ട് ശബ്ദം മാത്രം, രണ്ട് സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ പാട്. അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സരിഗമ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ പാട്ട് പഠിക്കാൻ പറ്റുമോ? ചില പാട്ടുകൾ വായിക്കാൻ പറ്റും, ചില ചെറിയ ചെറിയ പാട്ടുകൾ വായിക്കാൻ പറ്റുമെങ്കിലും അത് കഴിഞ്ഞ് നിങ്ങൾ വേറൊരു സംഭവം പഠിക്കണം. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിംഗറുകളുടെ ഹോളും എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരില്ല, അയ്യോ ആ സ്വരം ഏതാ, ഈ സ്വരം ഏതാ, ഈ 3 വെള്ളം എടുക്കുമ്പോൾ ഏത് സ്വരമാണ് വരുന്നത്, ഇങ്ങനെയുള്ള സംശയങ്ങൾ വരാതിരിക്കാനാണ് അടുത്തൊരു സംഭവം നിങ്ങൾ പഠിക്കേണ്ടത്. കുറച്ച് എക്സസൈസുകളുണ്ട്, അത് ഞാൻ ചില വീഡിയോക്കകത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്തോ സംഭവം എന്നുള്ളതൊക്കെ. അത് നിങ്ങൾ ഞാൻ പറഞ്ഞു പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിനകത്ത് കയറി നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് കറക്റ്റായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ സരിഗമ പഠിച്ചതിന് ശേഷം, അപ്പോൾ ഇത് നിങ്ങളൊരു ബുക്ക് എടുത്തിട്ട് അതിങ്ങനെ ഓരോന്നോരോന്നും ലിസ്റ്റായിട്ട്, ഇപ്പോൾ പറഞ്ഞു തന്നത് ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ട് ഓരോന്നോരോന്നും വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം താഴോട്ട് വരിക. അല്ല ആദ്യമേ താഴത്തത് പഠിച്ചിട്ട് മേലോട്ട് പോകാൻ നോക്കരുത്. അതിൻ്റെ ആ കറക്റ്റ് ലിസ്റ്റ് അനുസരിച്ച് അങ്ങനെ അതേപോലെ തന്നെ പഠിച്ചാൽ മതി. അപ്പോൾ ആ ഒരു എക്സസൈസ് ഞാൻ ഒരൊറ്റ എക്സസൈസേ പഠിച്ചുള്ളൂ, ഒരുപാടൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. സരിഗ രിഗമ ഗമപ മപദ പദനി ധനിസ. നല്ല സ്പീഡിൽ വായിക്കാൻ നിങ്ങൾ പഠിക്കണം. അതിലിത് തിരിച്ചും വരും, സനിത നിതപ ദപമ പമക മകരി ഗരിസ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ ഇത് നല്ല സ്പീഡിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ചു പഠിക്കുമ്പോൾ ഫിംഗറുകൾ നിങ്ങൾക്ക് സംശയം വരുത്തിയില്ല. ഓക്കെ, ഏത് ഫിംഗറാണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരത്തില്ല. അപ്പോൾ ഈ ഫിംഗറുകളുടെ കാര്യത്തിലുള്ള സംശയം നിങ്ങൾക്ക് അങ്ങ് മാറും, ഏത് ഫിംഗറാണെന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാപ്പാടമാവും, ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കൈ അവിടെ ചെല്ലും. പാ എന്ന് പറയുമ്പോൾ കൈ അവിടെ ചെല്ലണം, ദാ എന്ന് പറയുമ്പോൾ കൈ അവിടെ ചെല്ലണം, അല്ലെ മാ ഗ എന്ന് പറയുമ്പോൾ കൈ അവിടെ കറക്റ്റായിട്ട് ചെല്ലണം. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷമാണ് നമ്മൾ ചെറിയ ചെറിയ പാട്ടുകൾ പഠിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ ട്യൂണുകൾ. അത് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും. അത് നിങ്ങൾ അല്ലെങ്കിൽ ചില പാട്ടുകളിനകത്ത് ഇടയ്ക്കത്തെ ആ ഒരു ട്യൂണ് മാത്രം ഞാൻ ചില വീഡിയോത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ തന്നെ കാണണമെന്നില്ല കേട്ടോ, ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി കാണാം. കാരണം നോട്ട് 3 ഫിംഗറിൻ്റെ ആണെങ്കിൽ നമ്മൾ 3 ഫിംഗർ സ്റ്റൈലാണ് പഠിക്കുന്നത്, ഹിന്ദുസ്ഥാനി സ്റ്റൈലിൽ. അപ്പോൾ നോട്ടും 3 ഫിംഗറിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട് എഴുതിയെടുക്കാൻ പറ്റും. ആ ഒരു പോർഷൻ മാത്രം, ട്യൂണിൻ്റെ ഒരു പോർഷൻ മാത്രം എഴുതിയെടുത്തിട്ട് അത് നിങ്ങൾ പഠിച്ചാൽ മതി. അങ്ങനെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പാട്ടുകൾ പാടി തുടങ്ങാം. പിന്നീട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വലിയ വലിയ പാട്ടുകളിലോട്ട് കയറിയാൽ മതി. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ കോമൽ സ്വരം. ഞാൻ അങ്ങനെ പഠിച്ച കേട്ടോ, കോമൽ സ്വരം പിന്നീടാണ് പഠിച്ചത്. പാട്ടുകളൊക്കെ പാടാൻ തുടങ്ങിയ ശേഷമാണ് കോമൽ സ്വരങ്ങൾ പഠിച്ചത്. അത് ഈ മായയുടെ കാര്യം പറഞ്ഞിട്ട് ഹാഫ് നോട്ടുകളുണ്ട് എല്ലാത്തിനകത്തും അല്ല, സായ്ക്കും പായ്ക്കും ഒഴിച്ച് ബാക്കിയെല്ലാം ഹാഫ് നോട്ടുകളുണ്ട്. ഓക്കെ, സായ്ക്കും പായ്ക്കും ഹാഫ് നോട്ടുകൾ വരത്തില്ല, അത് മാത്രം ഓർത്താൽ മതി. അതുപോലെ ഹാഫ് നോട്ടുകൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇത് 2 ഫിംഗർ അടയ്ക്കുമ്പോൾ രീ എന്നാണെങ്കിൽ രീയുടെ ഹാഫ് നോട്ട് വരുന്നത് സായിലോട്ടാണ്. സായുടെ പകുതി അടയ്ക്കുമ്പോൾ, പകുതി തുറന്ന് വെച്ചേക്കുമ്പോൾ അടയ്ക്കരുത്, പകുതി തുറന്ന് വെക്കുമ്പോഴാണ് രീ കോമലാവുന്നത്. അല്ലാതെ രീ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പകുതി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗാ കോമല.
ഗായുടെ പകുതി തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് മായ. പായ്ക്ക് കോമലില്ല, പക്ഷേ പായുടെ ലാസ്റ്റ് ഫിംഗർ പകുതി തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് ദാ കോമലാണ്. അതിൽ അടുത്ത ഫിംഗറിൻ്റെ പകുതി തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് നീ കോമലാണ് വരുന്നത്. യഥാർത്ഥത്തിൽ നീ ഇതാണ്. അപ്പം നിങ്ങൾ ചോദിക്കും നീ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നീ കോമലാകുന്നു. അല്ല, നീ കോമൽ വരത്തില്ല. നീയുടെ തൊട്ടടുത്തുള്ള സ്വരം ഏതാ അത് പകുതി അടയ്ക്കുമ്പോഴാണ് കോമൽ വരുന്നത്. ഇത് കോമൽ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, കോമൽ സ്വരങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. പിന്നീട് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിപ്പോൾ എല്ലാ സ്വരങ്ങളൊന്നും കോമൽ വരത്തില്ല ഒരു പാട്ടിൽ. 1-2 സ്വരങ്ങൾ കോമൽ വരും. അത് നിങ്ങൾ 1-2 പ്രാവശ്യം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് ആവും. അതുപോലെ ഹൈ പിച്ചും എങ്ങനെ പഠിക്കേണ്ടതെന്നുള്ളതും ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചാനലിൽ കയറി എല്ലാം നോക്കുക. ഇപ്പം എൻ്റെ ചാനൽ തന്നെ മൊത്തം കയറി കാണണമെന്നില്ല, മറ്റുള്ളവർ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാലും നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ മെയിനായിട്ടൊരു സംഭവമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബിനകത്ത് ഒരാൾ പാട്ട് വായിക്കുന്നത് കേട്ടെ. അപ്പോൾ അയാൾ വായിച്ചതിൻ്റെ കൂട്ട് തന്നെയാണ് ഞാനും വായിക്കുന്നത്. കാരണം ആദ്യം നമ്മൾ പാട്ട് വായിക്കുമ്പോഴൊന്നും ആ പാട്ടിൻ്റെ ഒഴുക്ക് കിട്ടത്തില്ല, അല്ല ആ ട്യൂണിൻ്റെ ലൈൻ കറക്റ്റായിട്ടല്ല നമ്മൾ വായിക്കുന്നത്, കിട്ടത്തില്ല. കാരണം നമ്മൾ ഒന്നും അറിയാതെ കയറി വായിക്കുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അയാളൊരു പാട്ട് വായിച്ചുകൊണ്ടിരുന്നപ്പം നമ്മൾ ഈ പാട്ട് പാടുമ്പോൾ നിർത്തേണ്ട സ്ഥലമുണ്ട്. ഇപ്പോൾ ഒരു ലൈൻ വായിക്കുമ്പോൾ ഏത് ലൈനിൽ എത്തുമ്പോൾ നിർത്തണം, ഏത് സ്വരമാണ് നീട്ടി വായിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഒരു പാട്ടിനെ പറ്റി നമ്മൾ നല്ല പഠിക്കാതെ ആ പാട്ട് നമ്മൾ വായിച്ചാൽ ശരിയാകത്തില്ല. അപ്പോൾ അയാളൊരു പാട്ട് വായിക്കുന്നത് ഞാൻ ഒന്ന് വായിച്ചു. അയാൾ വായിച്ചതിൻ്റെ കൂട്ട് വായിക്കാൻ എനിക്ക് പറ്റത്തില്ല, കാരണം അയാൾ തുടക്കക്കാരനാണ്. എങ്കിലും ഞാൻ ജസ്റ്റ് അതൊന്ന് ട്രൈ നോക്കാം അയാൾ വായിച്ചെങ്ങനെയാണെന്ന്. ഇതേപോലെയാണ് വായിക്കുന്നത്. അപ്പം ആ എഴുതിയിരിക്കുന്ന പാട്ട് ഏതാ ഞാൻ നോക്കിയപ്പോൾ ഈ പാട്ട് ഇങ്ങനെ അല്ലല്ലോ, ഈ പാട്ട് ഇങ്ങനെ അല്ലല്ലോ കേൾക്കുന്നത്, ഇങ്ങനെ അല്ല പാടേണ്ടത്. അപ്പോഴെനിക്ക് മനസ്സിലായി ഞാനും പണ്ട് ഇതേപോലെ തന്നെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. കാരണം നമുക്കത് മനസ്സിലാകത്തില്ല പഠിക്കുന്ന സമയത്ത്. ഒരു പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് എങ്ങനെയാണെന്ന് ആദ്യം നോക്കുക. അതൊരു ഹിന്ദി പാട്ടാണ്. അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ട് പാടേണ്ട ഒരു പാട്ടാണ്. അതും അയാൾ ലോ പിച്ചിലാണ് വായിക്കുന്നത്. ഹൈ പിച്ചാണ് യഥാർത്ഥത്തിൽ ആ പാട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതി വായിക്കേണ്ടതിന് പകരം എല്ലാ നോട്ടോടെ കയറി ചറവറ നിങ്ങൾ വായിക്കുക. മനസ്സിലായോ? അപ്പം നമ്മളൊരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പാട്ടും എഴുതി വെക്കുക. ഈ ലൈൻ ഈ രീതിയിലാണ് പോകുന്നത്. ആ നോട്ട് എവിടം വരെ ചെല്ലുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ആദ്യമൊക്കെ ചില പാട്ടുകളിൽ നോട്ട് ഇടുമ്പോൾ ഞാൻ പാട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഊതുമ്പോഴത്തേക്കും പാട്ട് കേൾക്കും. പിന്നെ എന്തിനാ ഇവർ ഇത്രയും നോട്ടാക്കി കൊടുത്തേക്കുന്നത്? അത്രയും നോട്ട് നമ്മൾ വായിച്ചാലേ കറക്റ്റ് ആ പാട്ടിൻ്റെ ആ ഒരു ഒഴുക്ക് കിട്ടത്തുള്ളൂ. അത് നമുക്ക് ആദ്യം മനസ്സിലാവത്തില്ല. ഇപ്പം ഞാൻ ഒരു പാട്ടിൻ്റെ നോട്ട് കേട്ടത് നമ്മുടെ ഇല്ല പാട്ടില്ലയോ, ഉയിരേ എന്നുള്ളൊരു പാട്ടുണ്ട്. പപദ പസദ പദ നിസ നിസ നീത പമഗ. അപ്പോൾ ഈ നോട്ട് കേട്ടപ്പം ഞാൻ എങ്ങനെയൊക്കെ വായിച്ചിട്ടും അത് കറക്റ്റ് ആവുന്നില്ല. അത് നമ്മൾ കുറേ നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ചാടിക്കറി വായിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റ് ആവത്തില്ല. ഇതിനകത്തും ഈ ചെറിയ ഗ്രേസ് നോട്ടുകളും ഗ്ലൈഡിങ്ങുകളൊക്കെ ഉണ്ട്. ഗ്ലൈഡിങ് എന്നൊക്കെ വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്ത് പാടുന്നതും ഇങ്ങനെ എടുത്തെടുത്ത് കൈ വെച്ചുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടാൽ മാത്രമേ ആ പാട്ട് ആ ഒരു ഒഴുക്ക് കിട്ടത്തില്ല. പാട്ട് കറക്റ്റായിട്ട് കേൾക്കത്തില്ലെന്നല്ല, പാട്ട് കേൾക്കും, പക്ഷേ ആ ഒരു ഒഴുക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം വായിക്കുന്നതും രണ്ടാമത് വായിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ നോക്കണം. ഇത് നമ്മൾ നോർമലി വായിച്ചതാണ്. ഇതിനകത്ത് ഗ്രേസ് നോട്ട് ഒന്നും കൊടുത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ട് വായിച്ചു. ഇതും പാട്ടായിട്ട് തന്നെയാണെന്നല്ലോ കേൾക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള പാട്ടായിട്ട് തന്നെയാണ് കേൾക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് കുറച്ചും കൂടെ വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം വായിച്ചതും ഇപ്പം വായിച്ചതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് ഒറ്റയടിക്ക് ഞാൻ പഠിച്ചതല്ല. അതെങ്ങനെയാണ്? അപ്പോൾ ഈ ടച്ച് ചെയ്തിട്ടുള്ള ഗ്രേസ് നോട്ടുകളും അല്ലെങ്കിൽ ഗ്ലൈഡിങ്ങളൊക്കെ ഇടുമ്പോൾ ഒരു പാട്ടിനിടയിൽ നമുക്ക് ഇതിടുമ്പോൾ നമുക്ക് തന്നെ അത് പെട്ടെന്ന് കിട്ടത്തില്ല. അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ വായിക്കുന്നത്? അത് നമ്മൾ വായിച്ചതിന് ശേഷം പഠിച്ചതിന് ശേഷം പിന്നീടാണ് ഞാനത് ഇടാൻ തുടങ്ങിയത്. ഓക്കെ, ഒരു പാട്ട് പഠിച്ചതിന് ശേഷം പിന്നീട് ഒരു പാട്ട് ഇടുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത്
ഫിംഗറുകളൊന്ന് ടച്ച് ചെയ്ത് ഓരോ ഹോളിലും ടച്ച് ചെയ്തെടുക്കും ഫിംഗർ. അതുപോലെ തിരിച്ചടയ്ക്കാൻ നേരത്ത് അടിച്ച് നിർത്തും. ഇങ്ങനെ ഒരു ഹോള് ഇതിപ്പോൾ നീ എന്നുള്ള സൗണ്ടാണെങ്കിൽ നീ ഇങ്ങനെ വെക്കാതെ നേരെ കൊണ്ട് ഇങ്ങനെ വെക്കാതെ അടിച്ചിങ്ങനെ വെക്കും. ഇങ്ങനെ വെക്കും. ഈ കാണുന്ന ഇങ്ങനെ വെക്കും. അപ്പം ആ ഒരു ഇച്ചിരി ഭംഗി കിട്ടും. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ വാ വെച്ച് നമ്മൾ ഉണ്ടാക്കേണ്ട കുറച്ച് ശബ്ദങ്ങളുണ്ട്. ചിലർ ശബ്ദം ഉണ്ടാക്കും, ചിലർ ശബ്ദം ഉണ്ടാക്കത്തില്ല. ചില ഭാഗത്ത് ശബ്ദം അങ്ങനെ ആക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പായിട്ട് ഇരുന്ന് പഠിക്കണം. ഞാനും കുറച്ച് നാളെടുത്താണ് പഠിച്ചത്. ഈ പറഞ്ഞ പോലെ 1 മാസമോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, 1.5 മാസം കൊണ്ട് ഞാൻ ഒരാളെ പാട്ട് വായിക്കാനായിട്ട് പഠിപ്പിച്ചു. പാട്ട് വായിക്കേണ്ട രീതിയിൽ ഇപ്പം പറഞ്ഞ പോലെ ഏതൊരു പാട്ട് ഞാൻ പഠിപ്പിച്ചു. അവനെ 1 മാസം കൊണ്ട് പാട്ട് വായിക്കാൻ പഠിപ്പിച്ചു. കാരണം അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കുക. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അവൻ്റെ കൈ കറക്റ്റായിട്ട് പിടിച്ച് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനല്ല ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റും. യൂട്യൂബിനകത്ത് പരിപാടി നടക്കത്തില്ല, നേരിട്ട് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കാനുള്ളതേ. ഞാൻ ആരുടെയും കൂടെ പോയിരുന്നോ ഒന്നും പഠിച്ചല്ല. ഒറ്റയ്ക്ക് എല്ലാ ദിവസവും ഇരുന്ന് രാവിലെയും വൈകിട്ടും ഓരോ മണിക്കൂർ വീതം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. നല്ല തലവേദനയൊക്കെ എടുക്കും. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഊതുമ്പോൾ നമ്മുടെ BP ഒക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്, പ്രഷർ കൂടും. ഊതിക്കൊണ്ടിരിക്കുമ്പോൾ തല കറങ്ങും. അതൊരു കൈക്ക് വേദന എടുക്കും. കൈയുടെ കാര്യം പറയുമ്പോൾ ഒന്ന് പറയുക, കൈ ഈ ഒരു രീതിയിൽ ഇങ്ങനല്ല പിടിക്കുന്നത്. ആദ്യം ഇങ്ങനല്ല, കൈ കുറച്ച് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ആദ്യം പഠിക്കാൻ നേരത്ത് ഇങ്ങനെ നിൽക്കും. പിന്നെ പഠിച്ചതിന് ശേഷം നമ്മുടെ കൈ ആ ഒരു രീതിയിൽ നിന്നോളൂ. ഇങ്ങനെ നിൽക്കത്തില്ല. ഇങ്ങനെ നിന്നാലും നമ്മുടെ കൈയുടെ ഈ ഒരു ഭാഗം തന്നെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നമ്മൾ പിടിക്കത്തില്ല, ഇങ്ങനെ നിൽക്കും. അപ്പോൾ കൈക്ക് കുറച്ച് വേദന ഉണ്ടായിരിക്കും ആദ്യം, പിന്നീട് അതങ്ങ് മാറും. അതങ്ങനെയാണ്. അതിപ്പം ഞാനിപ്പോൾ ഈ സാധാ ഫ്ലൂട്ടിൽ പിടിച്ചിട്ട് എൻ്റെ ബേസ് ഫ്ലൂട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഫ്ലൂട്ട് തന്നെ ഉണ്ട്. ബേസ് ഫ്ലൂട്ട് നമ്മുടെ ഉണ്ട്. ഇപ്പോൾ സാധാ ഫ്ലൂട്ടിൽ പിടിച്ചിട്ട് ബേസ് ഫ്ലൂട്ടിലോട്ട് പിടിക്കുമ്പോൾ തന്നെ കൈക്ക് ഭയങ്കര വേദനയാണ്. കാരണം ഞാനത് എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നൊരു സാധനമല്ല. 1-2 പാട്ട് വായിക്കുമ്പോൾ തന്നെ വിരലിനൊക്കെ ഭയങ്കര വേദനയായിരിക്കും. കാരണം അത് ഇച്ചിരി വലുതാണ്. ലാസ്റ്റ് ഫിംഗർ ഇപ്പോഴും എനിക്ക് എത്തത്തില്ല. ആ ഒരു രീതിയിലാണ് ബേസ് ഫ്ലൂട്ട് ഇരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഒന്നിൽ കൂടുതൽ ഫ്ലൂട്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഒരു ഫ്ലൂട്ടിൽ മാത്രം പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കാരണം അടുത്തൊരു ഫ്ലൂട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഫിംഗറിൻ്റെ ഹോളിൻ്റെ ഡിസ്റ്റൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു ഫ്ലൂട്ടിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം മറ്റൊരു ഫ്ലൂട്ടോട് കയറുന്നതായിരിക്കും നല്ലത്. അത് നമ്മുടെ കൈ ആ രീതിയിലോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അത് ഈ 2 ഫിംഗർ ഉണ്ടോ, ഈ 2 ഹോള്, ഇത് രണ്ടും അടുത്താണ്. പക്ഷേ ഈ ഒരു ഹോൾ ഇച്ചിരി മാറിയായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വിരൽ മാത്രം അങ്ങോട്ടാകണം, ആ ഒരു ഭാഗത്തോട്ട് പോയി അടയണം. അത് കുറച്ച് സമയം എടുക്കും. അതങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടാവാനായിട്ട്, മനസ്സിലായോ? ഈ സ്ഥലത്തു നിന്ന് അങ്ങോട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. അത് കുഴപ്പമില്ല, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല, പക്ഷെ ഒരു ദിവസം പറ്റും. ഇന്നൊരു ദിവസം കൊണ്ട് തന്നെ പഠിക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ ഒരു ദിവസം നിങ്ങളെ കൊണ്ടത് പറ്റും. അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക, നിർത്തി വെക്കരുത്. നമ്മൾ കുറച്ച് ദിവസം വായിക്കാതിരുന്നാൽ പോലും നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റിയൊക്കെ നഷ്ടപ്പെടും. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലും ഞാൻ ഒരു ദിവസമെങ്കിലും എടുത്ത് ഫ്ലൂട്ട് ഒരു പാട്ടെങ്കിലും വായിക്കാതെ വെക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ഭയങ്കരമായിട്ട് കുറയും. പക്ഷേ കുറച്ച് നേരം ഊതുമ്പോഴത്തേക്കും നമുക്ക് തലറക്കമോ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ദിവസം ഇരുന്നൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്ന് എടുത്ത് ഊതാതെ ഒന്ന് വായിച്ച് നോക്കുക. രാവിലെയോ അല്ല നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് വായിച്ചാൽ മതി. ഒത്തിരി ശ്വാസം ഇട്ട് ഊതി നാട്ടുകാരെ എല്ലാം കൂടെ ഇതാക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ആ ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കില്ല, ആ രീതി ഊതിയാൽ മതി. ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ആദ്യമേ ചാടിക്കയറി ഈ പറഞ്ഞ എക്സസൈസുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ ഒരു സ്റ്റെപ്പ് ബൈ തന്നെ ചെയ്യുക. 1, 2, 3, 4 എന്നുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ തന്നെ ഓരോന്നോരോന്ന് പഠിച്ച് വരുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ ധൃതി വെച്ച് കഴിഞ്ഞാലാണ് കൺഫ്യൂഷൻ വരുന്നത്. ധൃതി വെക്കരുത്. ഞാൻ പറഞ്ഞ ഓരോ സംഭവങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. ഈ പറഞ്ഞ ഫിംഗറിൻ്റെയൊക്കെ ചെറിയൊരു ഇത് വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ അങ്ങനെ ആയി വരാൻ കുറച്ച് സമയം എടുക്കും, അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടും. ഈ പറഞ്ഞ പോലെ 1-2 മാസത്തിനുള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. മനസ്സിലായോ? 1-2 മാസത്തിനുള്ളിൽ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് പറ്റും. പക്ഷേ പ്രാക്ടീസ് ചെയ്യാതിരിക്കരുത്, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഈ എക്സസൈസ് എന്ന് പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞല്ലോ, സരിഗ രിഗമ ഗമപ്പ, ഈ സംഭവം പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് മറ്റ് യൂട്യൂബ് ചാനലിൽ നിന്നും അത് കയറി നോക്കാം. ഈ ഫ്ലൂട്ട് സ്പീഡാക്കാനായിട്ടുള്ള സംഭവങ്ങൾ, ടെക്നിക്കുകളെന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണും. ഫിംഗറിൻ്റെ സ്പീഡ് കൂടാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി എടുത്തിട്ടതിന് ശേഷം നിങ്ങൾക്ക്
നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം പിന്നെ ട്യൂണുകളിലോട്ട് കയറിയാൽ മതി. അപ്പോൾ ഇത് പറയാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോരുത്തർ വന്നിട്ട് എന്നോട് പറയും ഓൺലൈൻ ക്ലാസ് നടത്തുക, ഓൺലൈൻ ക്ലാസ് ചെയ്യുക, അല്ല വാട്സപ്പ് വഴി പറ്റുമോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. നമുക്കത് നടക്കത്തില്ല, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ടും സംശയം വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയാവുന്ന മൊത്തം കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതൊന്നും അറിയാതാണ് ഞാൻ പഠിച്ചത്. എന്നിട്ട് ഇത്രയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് എല്ലാവർക്കും സംശയം വരുന്നത് അതിൻ്റെ കാരണം എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. ഏത് ഫ്ലൂട്ട് മേടിക്കണം, എങ്ങനെ പിടിക്കണം, എങ്ങനെ ഊതണം, മൊത്തം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ട് എല്ലാവർക്കും വീണ്ടും ഇതേ സംശയങ്ങളാണ് വരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ഞാൻ ആദ്യം ബുക്കിൽ എഴുതി വെക്കുക. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നേരെ വീഡിയോയിലോട്ട് കയറുക. അത് എൻ്റെ വീഡിയോ തന്നെ കയറണമെന്നില്ല, ഇഷ്ടംപോലെ വീഡിയോ ആൾക്കാർ ചെയ്തിട്ടുണ്ട്, നല്ല പഠിച്ച ആൾക്കാർ. അവരുടെ തന്നെ കയറി നോക്കിയാൽ മതി. എൻ്റെ തന്നെ കയറി നോക്കണമെന്ന് ഞാൻ പറയത്തില്ല. അതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പഠിച്ചൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ളവർ പഠിച്ചതിൻ്റെ കൂട്ടാണോ ഞാൻ പഠിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല. ഞാൻ യൂട്യൂബ് നോക്കി ഇതങ്ങ് പഠിച്ചതേ ഉള്ളൂ. അത് ഫിംഗർ ഇത് മാത്രമല്ല, പല രീതിയിലുള്ള ഫിംഗറുണ്ട്. നമ്മളിപ്പോൾ 3 ഫിംഗറിലാണ് പഠിച്ചത്. ഇതൊരു 2 ഫിംഗറിലും ഉണ്ട്, 4 ഫിംഗറുണ്ട്, 5 ഫിംഗറുണ്ട്. സരിഗമ എല്ലാ രീതിയിലും സരിഗമ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം പഠിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 3 രീതിയിലുള്ള സരിഗമയാണ് പഠിച്ചത്. പക്ഷേ അത് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതെൻ്റെ തലമണ്ടലില്ല. മനസ്സിലായോ? അതിനകത്തൊരു നോട്ട് കിട്ടിയാൽ ഞാനത് എൻ്റേതായിട്ടുള്ള രീതിയിൽ എഴുതി മാറ്റി ഞാൻ 3 ഫിംഗറിലാക്കും. എന്നിട്ടാണ് ഞാൻ വായിക്കുന്നത്. അല്ലാതെ ഞാൻ ഇതിൻ്റെ പുറമേ അങ്ങനെ നടക്കത്തൊന്നുമില്ല. എനിക്ക് ഏതെങ്കിലും ഒരു പാട്ട് പഠിക്കണമെങ്കിൽ അത് എങ്ങനെയെങ്കിലും പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.